മക്കളെ, വിഷ്ണുമായ ടീച്ചറാണ്. അപ്പോൾ 10ാം ക്ലാസ്സിൽ നമുക്ക് മലയാളം എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ടീച്ചർ പറയാൻ പോകുന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ വിഷയങ്ങളിൽ നമുക്ക് മലയാളം മാത്രം നമുക്ക് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ലാംഗ്വേജും ഉണ്ട്, സെക്കൻഡ് ലാംഗ്വേജും ഉണ്ട് അല്ലേ. കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും. അപ്പോൾ മലയാളം എളുപ്പമല്ലേ, അല്ലെങ്കിൽ മലയാളമൊക്കെ പഠിക്കേണ്ടതുണ്ടോ, ഇങ്ങനെ കുറേ തെറ്റായ ധാരണകൾ പലപ്പോഴും ഭാഷാ വിഷയങ്ങൾ നേരിടാറുണ്ട്. മലയാളം മാത്രമല്ല കേട്ടോ, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ നമ്മൾ പലപ്പോഴും അങ്ങനെയാണ് കാണാറുള്ളത്. പക്ഷേ ഭാഷാ വിഷയങ്ങൾ എന്ന് പറയുന്നത് എന്താണ്, അത്ര തന്നെ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ മലയാളത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒന്നല്ല 2 A+ ആണ്. നമുക്ക് മലയാളം വീക്കായി കഴിഞ്ഞാൽ നമുക്ക് പോയി കിട്ടുക. അപ്പോൾ മലയാളം ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ അല്ലേ വളരെ ലളിതമാണ്, നിസ്സാരമാണ് എന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല, പ്രാധാന്യം കൊടുക്കാതെ മാറ്റി നിർത്താൻ പാടില്ല. മാത്രമല്ല, നമ്മൾ പുതിയ കാലത്ത് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത്, നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ഏകദേശം ഒരു 90-90% കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ പഠിച്ചു വരുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്ന ബാക്കി എല്ലാ വിഷയങ്ങളും എങ്ങനെയാണ്, ഇംഗ്ലീഷിലാണ് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് വാക്കുകൾ, വൊക്കാബുലറി ഒക്കെ മലയാളത്തിൽ എന്താണ് പലപ്പോഴും കുറവാണ്. ഈ വാക്കുകൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്ക് 7 മാർക്ക് മുതലുള്ള ചോദ്യങ്ങൾ എന്താണ് ഒരുപാട് എഴുതാനുണ്ടാവും. അപ്പോൾ വാക്കുകൾ നമ്മളുടെ കയ്യിലില്ലെങ്കിൽ അത് സമയത്തിനനുസരിച്ച് എഴുതുക എന്നൊക്കെ പറയുന്നത് എന്താണ് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് മലയാളത്തിന് പ്രാധാന്യം വരുന്നത്. മലയാളത്തിൽ പലപ്പോഴും A+ നഷ്ടപ്പെടുന്നതും അങ്ങനെയാണ്. അപ്പോൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, മലയാളവും അല്ലേ വേണ്ടത്ര പ്രാധാന്യം കൊടുത്ത്, മറ്റുള്ള വിഷയങ്ങൾക്ക് കൊടുക്കുന്ന അത്ര പ്രാധാന്യമൊന്നും മലയാളത്തിന് കൊടുക്കണമെന്നില്ല. എങ്കിലും എന്താണ്, നമ്മൾ കൃത്യമായ രീതിയിൽ ഓരോ പാഠഭാഗത്തിലൂടെയും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലൂടെയും കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മലയാളത്തിന് A+ അല്ല നമുക്ക് ഫുൾ മാർക്കും കിട്ടുന്നതായിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ സയൻസ് വിഷയങ്ങൾക്ക് മാത്രമാണ് പലയിടങ്ങളിലും പ്രാധാന്യം കൊടുത്ത് നമ്മൾ കാണാറുള്ളത് അല്ലേ. പക്ഷേ സൈലത്തിൽ അങ്ങനെയല്ല, എല്ലാ വിഷയങ്ങൾക്കും എന്താണ് ഇവിടെ തുല്യ പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ നമുക്ക് ഈ ഒരു വർഷം 10ാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നമുക്ക് ഏകദേശം 3 യൂണിറ്റിലായിട്ട് 9 പാഠഭാഗങ്ങളാണ് ഒരു അക്കാഡമിക് ഇയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ യൂണിറ്റിൻ്റെ പേര് അരങ്ങും പൊരുളും എന്നാണ്. അപ്പോൾ ടീച്ചർ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെ പഠിക്കാനുണ്ട്, എത്രത്തോളം നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ആദ്യത്തെ യൂണിറ്റിൽ ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്ന ഒരു കഥയാണ്. ഷഹിന E.K എഴുതിയിട്ടുള്ള ചിത്രകാരി എന്ന് പറയുന്ന ഒരു കഥയാണ്. രണ്ടാമത്തെ പാഠഭാഗം നമ്മൾ ആദ്യമായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഒരു നാടക ഗാനമാണ്. നിങ്ങളിതിനു മുമ്പ് ഒരു നാടക ഗാനം പഠിച്ചിട്ടുണ്ടോ? ഏത് രീതിയിലായിരിക്കും അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മൾ പഠിക്കാത്തതുകൊണ്ട് നമുക്കറിയില്ല അല്ലേ. അപ്പോൾ KT മുഹമ്മദിൻ്റെ ഇത് ഭൂമിയാണ് എന്ന് പറയുന്ന നാടകത്തിലെ ഒരു ഗാനമാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ. അതേപോലെ 3ാമത്തെ ചാപ്റ്റർ എന്താണ്, ഒരു നാടകമാണ്. വയലാ വാസുദേവൻ പിള്ള എഴുതിയിട്ടുള്ള ഒരു പക്ഷിക്കുഞ്ഞിൻ്റെ മരണം എന്ന് പറയുന്ന നാടകമാണ് നമ്മുടെ 3ാമത്തെ പാഠഭാഗം. ഒരുപാട് ആശയങ്ങളെ സംഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയ പാഠഭാഗമാണ്. ഒറ്റ വായനയിലൊന്നും നമുക്കൊരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത, തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടേണ്ട ഒരു പാഠഭാഗമാണത്. നമ്മൾ 2ാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ അവിടെയും നമുക്ക് 3 പാഠഭാഗങ്ങളാണുള്ളത്. 2ാമത്തെ യൂണിറ്റിൻ്റെ പേര് ഏകോദര സോദരർ നാം എന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ പാഠഭാഗം വൈലോപ്പിള്ളിയുടെ വളരെ മനോഹരമായ വിഷുക്കണി എന്ന് പറയുന്ന ഒരു കവിതയാണ്. 2ാമത്തെ പാഠഭാഗം ഒരു നോവൽ ഭാഗമാണ്. സാറാ തോമസ് എഴുതിയ ആനന്ദാശ്രുക്കൾ എന്ന് പറയുന്ന നോവൽ ഭാഗമാണ്. നോവലിൻ്റെ പേര് മുറിപ്പാടുകൾ എന്നാണ്. ഈ മുറിപ്പാടുകൾ എന്ന് പറയുന്ന നോവലിലെ ഒരു ഭാഗമാണ് നമ്മുടെ 2nd ചാപ്റ്റർ. 3ാമത്തെ പാഠം ഈ യൂണിറ്റിൽ വരുന്നത് ഒരു ഗോത്ര കവിതയാണ്. നമ്മൾ നാടക ഗാനത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് നമ്മളൊരു ഗോത്ര കവിത പഠിക്കുന്നത്. ഞങ്ങളിതിനു മുമ്പ് ഗോത്ര കവിത പഠിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു ഗോത്ര കവിത പഠിക്കാൻ പോവുകയാണ്. ഈ കവിതയുടെ പേരാണ് കെത്തളു അല്ലെങ്കിൽ ഏട്ടക്കൂരി എന്നാണ് കവിതയുടെ പേര്. സുകുമാരൻ ചാലിഗദ്ധ എന്ന ഒരു പുതിയ കവിയാണ് ഈ ഒരു കവിത എഴുതിയിട്ടുള്ളത്. ഗോത്രഭാഷയിലായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നമ്മളത് വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ഈ കവിയെ നേരിട്ട് പോയി കാണുകയും വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തോട് ഇൻട്രാക്ട് ചെയ്തിട്ട് അദ്ദേഹം എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഈ കവിതയുടെ, അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ലളിതമായി വ്യത്യസ്തമായ രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി നമ്മളുടെ 3ാമത്തെ യൂണിറ്റിലേക്ക് വരികയാണെങ്കിൽ അവിടെയും 3 പാഠഭാഗങ്ങളാണ്. ആദ്യത്തെ പാഠഭാഗം എന്ന് പറയുന്നത് എന്താണ്, ഒരു അവതാരികയാണ്. അവതാരികയും ആദ്യമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ സിലബസിൻ്റെ ഭാഗമായിട്ട് പഠിക്കുന്നത്. അതായത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്ന VT ഭട്ടതിരിപ്പാടിൻ്റെ നാടകത്തിന് K കേളപ്പൻ എഴുതിയിട്ടുള്ള അവതാരികയാണ് നമ്മുടെ ആദ്യത്തെ ചാപ്റ്റർ. 2ാമത്തെ ചാപ്റ്റർ ഏതാണെന്നറിയാമോ, വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന് പറയുന്ന കവിതയാണ്. 3ാമത്തതൊരു ലേഖനമാണ്. മുരളീധരൻ എഴുതിയിട്ടുള്ള വിജ്ഞാന ഭാഷയും വൈജ്ഞാനിക സമൂഹവും എന്ന് പറയുന്ന ഒരു ലേഖനമാണ്.
ഇത്തരത്തിൽ ഒട്ടും ലളിതമല്ല. എന്നാൽ ഭയങ്കരമായിട്ട് നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട. കൃത്യമായ രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ A+ അല്ല ഫുൾ മാർക്കും കിട്ടുന്ന തരത്തിലേക്ക് നന്നായിട്ട് പഠിക്കണം. സിസ്റ്റമാറ്റിക് ആയിട്ട് അല്ലെ എല്ലാ പാഠഭാഗങ്ങളും ഏതേത് ചോദ്യങ്ങൾ വരുമെന്ന് നമ്മൾ വളരെ ഏത് ചോദ്യം വന്നു കഴിഞ്ഞാലും നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്ന രീതിയിലേക്കാണ് നമ്മൾ നേരത്തെ തുടക്കം മുതൽ എന്ത് ചെയ്യുന്നു നമ്മൾ പഠിക്കുന്നു. ഇനി ഇത് മാത്രമല്ല, ഗ്രാമർ മുതൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതലാണ് എന്ത് ചെയ്യുന്നത് സൈലത്തിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതുണ്ട് അല്ലേ. മലയാളം ഇനിയിപ്പോൾ നമുക്കറിയാം ഗ്രേസ് മാർക്ക് ഉണ്ട് നമുക്ക് വായനയ്ക്ക്, അതേപോലെ ഒരുപാട് മലയാളത്തിന് കൂടുതൽ മാർക്ക് കിട്ടുമ്പോൾ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ നേരത്തെ തന്നെ എന്ത് ചെയ്യുക, വീണ്ടും ആ വാക്ക് ആവർത്തിക്കുന്നത് അത്രമേൽ അതിന് പ്രാധാന്യം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങുക. അടിപൊളിയായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെയുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ അഡ്മിഷനൊന്നും എടുത്തിട്ടില്ല എങ്കിൽ അസ്ത്ര ബാച്ചിൽ ഉടൻ തന്നെ അഡ്മിഷൻ എടുക്കുക. സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം.